നമ്മളിവിടെ 4 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഈ പച്ചരിയൊക്കെ നമുക്കിനി അരച്ചെടുക്കാം. പച്ചരിയൊക്കെ നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, ഇതിലോട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ജീരകം ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ജീരകം 1/4 ടേബിൾ സ്പൂൺ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം അരച്ചെടുക്കാം. ലൂസായിട്ടല്ല അരച്ചെടുക്കുന്നത്, ഇച്ചിരി കട്ടി കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. മാവെല്ലാം അരച്ചെടുത്തിട്ട് നമ്മളതിലോട്ട് ഒഴിച്ചെടുക്കുകയാണ്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. അതെല്ലാം നമ്മൾ മുഴുവനെ ഇട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ അരച്ചെടുക്കാം. ഇഡ്ഡലി മാവിൻ്റെ രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. അരച്ച് വെച്ച മാവ് കുറുക്കിയെടുക്കാം. മാവൊക്കെ കുറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കറി വെച്ച മാവ് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. അത് കുറുക്കിയെടുക്കുകയാണ്. മാവെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ചൂടാറിയ ശേഷം കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്, പരത്തിയെടുക്കാം. ഇതിൽ ലേശം വെള്ളം തളിച്ച ശേഷം വേണം പരത്തിയെടുക്കാൻ. ബോൾ പോലെ ഉരുട്ടുക. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ എണ്ണ കത്തി കൊടുക്കുകയാണ് ദോശക്കല്ലിൽ. ഇനി നമ്മുടെ അപ്പം അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇല തിരിച്ച് വെച്ചാണ് അപ്പം വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ചെറിയ തീയിൽ വേണം വെച്ച് റെഡിയാക്കി എടുക്കാൻ. അങ്ങനെയുള്ള അപ്പമൊക്കെ വെച്ചുകൊണ്ടിരിക്കാനൊക്കെ റെഡിയായി വരും. നമ്മൾ ഓയിൽ വെട്ടി പരത്തുവാണെങ്കിൽ കറക്റ്റായ രീതിയിൽ കിട്ടുന്നതായിരിക്കും. ഓയിൽ വെട്ടി പരത്തി നോക്കുക. ഇലയുടെ അടിയിൽ സകല ഓയിൽ വെട്ടിയിട്ട് മാവിൻ്റെ മണ്ടയിൽ ഓയിൽ തളിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ കറക്റ്റ് രീതിയിൽ നമുക്ക് ഈ അപ്പം റെഡിയായി കിട്ടുന്നതായിരിക്കും. ഇലയിൽ നിന്ന് ഇളക്കിയെടുക്കുകയാണ്. നമ്മളൊരു അപ്പം റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ള അപ്പങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ലപോലെ മൂത്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് അപ്പമാണിത്. അടുത്തതും അതുപോലെ റെഡിയാക്കി എടുക്കാം. തിരിച്ച് മറിച്ച് നോക്കിയിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത റെസിപ്പിയിലോട്ടും കിടക്കുകയാണ്. നമ്മളങ്ങനെ അപ്പം ഉണ്ടാക്കുകയാണ്. തേങ്ങയും പഞ്ചസാരയും ചെറുകിയത് വെച്ച് കൊടുക്കുകയാണ്. ഇത് മടക്കിയെടുക്കുകയാണ്. ഒരെണ്ണം റെഡിയാക്കി അതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. നമ്മളങ്ങനെ 3 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നോക്കി ചുട്ടായിട്ടെടുക്കാം. അപ്പം ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഒക്കെ റെഡിയായി വരട്ടെ. ഒരു സൈഡ് മൂത്ത തിരിച്ചിട്ട് കൊടുക്കുകയാണ്. റെഡി ആവുന്നുണ്ട്. നമുക്ക് ഇനി പെല്ലോട്ട് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി ഇവിടെ വ്യത്യസ്തകരമായ 3 അപ്പങ്ങളാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അതിലൊരു അപ്പം ഇതാണ്. നിങ്ങൾക്ക് വീഡിയോ നോക്കി കഴിഞ്ഞാൽ കാണാം. ഈ ഒരു അപ്പമാണ് നമ്മൾ ആദ്യം റെഡിയാക്കി എടുത്തത്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ അരി കൊണ്ടൊരു ഓട്ടടയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകമൊക്കെ നിങ്ങൾ മുറിച്ച് കാണിക്കുക. ഇതിൻ്റെ അകമൊക്കെ നല്ല പഞ്ചസാരയൊക്കെ ഉണ്ട്, നല്ല
തേങ്ങാപ്പീരയൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.